ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കണ്ണൂരിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇങ്ങനത്തെ ഒരു നാർക്കോട്ടിക്സ് വിഷയത്തിൽ ഞങ്ങൾ നേരിടാൻ വേണ്ടി പല സ്പോർട്സുകൾ ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സാണ് ഞങ്ങളുടെ ഫിറ്റ്നസ് ആർ ബോഡി ബിൽഡിംഗ്. കണ്ണൂരൊരു ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രേമികളുടെ നാടാണെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കറിയുന്ന വെള്ളയാണെന്നോ 3, 4, 5 ബോഡി ബിൽഡേഴ്സിന് മാത്രമേ എനിക്കറിയുള്ളൂ. എന്ത് പറയാ, എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തതിൽ. കണ്ണൂരിലെ ഫിറ്റ്നസ് ലോകം ഇനി വേറെ ലെവലാകും. അതിന്റെ വിളംബരം തന്നെ അതിശയിപ്പിക്കുന്നതായി. ലോക ഫിറ്റ്നസ് രംഗത്തെ അധികാരിയെല്ലാം കണ്ണൂരിൽ എത്തിച്ചാണ് ഫിറ്റ്നസ് രംഗത്തെ പുതുലോകമായ എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമിക്ക് തുടക്കം കുറിച്ചത്. അലവിൽ സ്വദേശിയായ MK ജിജുവാണ് എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി ഇന്റർനാഷണലിന്റെ അമരക്കാരൻ. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമാണ് എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട്. UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ജനപ്രിയ ഫിറ്റ്നസ് സെന്ററിന്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം സ്വന്തം നാടായ കണ്ണൂരിലൂടെ സാധ്യമാക്കിയിരിക്കുകയാണ് എക്സ്ട്രീം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും MDയുമായ MK ജിജു. സെന്ററിന്റെ ലോഞ്ചിംഗ് തന്നെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായി. ലോകത്തിലെ മസിൽമാൻമാർ ഒന്നടങ്കം കണ്ണൂരിൽ എത്തി. ശരീര സൗന്ദര്യ ആരാധകരുടെ ഇടയിലേക്ക് ഒറ്റ മത്സരത്തിൽ 140 മില്യൺ സമ്മാനം നേടിയ ഇറാനിയൻ ബോഡി ബിൽഡർ ബെഹറൂസ് ടബാനി, ഉക്രൈൻ താരം വ്ളോഡ്സുഖോ റോവ്ചിക്കോ, സൺ ഓഫ് സഹാറ എന്ന പേരിൽ ലോകപ്രശസ്തനായ സമീർ റോഡി തുടങ്ങി എണ്ണമറ്റ താരങ്ങൾ എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമിയുടെ ലോകോത്തര നിലവാരം അറിഞ്ഞുകൊണ്ടുതന്നെ കണ്ണൂരിൽ എത്തി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പയ്യാമ്പലം അറേബ്യൻ റിസോർട്ടിൽ ഒരുക്കിയ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ദീപം തെളിയിച്ചു. അന്തർദേശീയ നിലവാരമുള്ള ഫിറ്റ്നസ് അക്കാദമി എന്ന MK ജിജുവിന്റെ ദൗത്യം വിജയം കാണുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത്തരം സംവിധാനങ്ങൾ എന്നും മന്ത്രി വ്യക്തമാക്കി. ലോകത്തെ ഫിറ്റ്നസ് രംഗത്തെ അധികായകർ കണ്ണൂരിൽ എത്തിയത് തന്നെ വലിയ നേട്ടമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ആ കായിക കേരളത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുവാനും വിളംബരം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി എന്ന് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രമുഖരായ അന്തർദേശീയ പ്രമുഖരായ താരങ്ങൾ, അവരുടെ കായിക ശേഷി, അവരുടെ ശാരീരിക ശേഷി, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള അവരുടെ കായിക അവതരണം, ഇതെല്ലാം നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും കഴിയും. താൻ അത്ഭുതപ്പെട്ടു നിൽക്കുന്നു എന്നായിരുന്നു എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമിയുടെ ഉദ്ഘാടന ചടങ്ങിൽ K. സുധാകരൻ MPയുടെ പ്രതികരണം. ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കണ്ണൂരിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഈ ചടങ്ങ് നമുക്ക് കണ്ണൂരിന് ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. ചെറുപ്പക്കാരുടെ മനസ്സിൻ്റെ അകത്ത് ആരോഗ്യ സംരക്ഷണത്തിന് ആവേശം കിട്ടുന്ന ഈ ഷോ നമ്മുടെ നാടിന് ഒരു അനിവാര്യമായ ഘടകമായി ഞാൻ നോക്കിക്കാണുകയാണ്. കണ്ണൂരിന്റെ ഫിറ്റ്നസ് രംഗത്ത് ഈ അക്കാദമി സമഗ്ര മാറ്റമുണ്ടാക്കുമെന്നും ഇത്തരം സംരംഭങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച KV സുമേഷ് MLA പറഞ്ഞു. മയക്കുമരുന്ന് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അതല്ല നമ്മുടെ ലോകം എന്ന് യുവതലമുറയെ പഠിപ്പിക്കാനും ആരോഗ്യ പരിരക്ഷയിലൂന്നിയ ഒരു തലമുറയാണ് ആവശ്യമെന്ന് ബോധ്യപ്പെടുത്താനും എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമിക്ക് കഴിയുമെന്ന് DIG GH യതീഷ് ചന്ദ്ര. ഇപ്പം നമ്മൾ കണ്ണൂരിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഡ്രഗ്സ് ബന്ധപ്പെട്ട കേസാണ് ഉള്ളത്. നാർക്കോട്ടിക്സ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു നാർക്കോട്ടിക്സ് വിഷയത്തിൽ ഞങ്ങൾ നേരിടാൻ വേണ്ടി പല സ്പോർട്സുകൾ ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സാണ് ഞങ്ങളുടെ ഫിറ്റ്നസ് ആർ ബോഡി ബിൽഡിംഗ്. ഇങ്ങനത്തെ ഒരു സ്പോർട്സാണ് വളരെ ആവശ്യം. ഞങ്ങൾ യൂത്ത്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫിറ്റ്നസ്
കാര്യങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ജിജു ആൻഡ് ഹിസ് ടീം, ഐ റിയലി കൺഗ്രാറ്റുലേറ്റ് യു ഫോർ doing such a wonderful thing and such a wonderful event. All the best for you, all the best for your academy. ഫിറ്റ്നസ് എന്നത് ദിനചര്യയുടെ ഭാഗമാക്കണമെന്നും തുടക്കത്തിൽ ആവേശം കാട്ടിയാൽ മാത്രം പോരെന്നും അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയണമെന്നുമാണ് ജിമ്മുകളിൽ പോകുന്നവരോട് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ ഉപദേശം. ഭക്ഷണപ്രിയരുടെ നാടായ കണ്ണൂരിനെ ഫിറ്റ്നസിന്റെ നാടാക്കി മാറ്റുകയാണ് MK ജിജു എന്ന് സിനിമാ താരം ഷിയാസ് കരീം. കണ്ണൂരൊരു ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രേമികളുടെ നാടാണെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കറിയുന്ന വെള്ളയിലാണെന്ന് 3, 4, 5 ബോഡി ബിൽഡേഴ്സിനെ മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷേ കണ്ണൂർ ജിജുവേട്ടൻ ഇങ്ങനൊരു വലിയൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഇവൻറ്റിൻ്റെ ഭാഗമായത് ഒരു 5 days ബാക്കാണ്. പക്ഷേ എന്ത് പറയുക, എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തതിൽ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് കൊച്ചിയാണ്, ഞാൻ ഫ്രം കൊച്ചി. കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. അതും ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനൊക്കെ പോലെയല്ല, ഇതൊരു അക്കാഡമി. അർജുന GV രാജ അവാർഡ് ജേതാക്കൾക്ക് എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി ആദരവും ഒരുക്കി. PJ ജോസഫ്, സഞ്ജീവ് ഭാസ്കർ, TV പോളി, MK കൃഷ്ണകുമാർ എന്നിവരെ K സുധാകരൻ MP ചടങ്ങിൽ ആദരിച്ചു. MK ജിജുവിന്റെ മാതാവ് പ്രഭാവതി അമ്മയെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പൊന്നാടയണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. തന്നെ രൂപപ്പെട്ടത് അതിന് വീട്ടിൽ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇത്തരത്തിലൊന്നും തന്നെ വിജയിച്ച് മുന്നോട്ടാവില്ല. അത്തരത്തിൽ എല്ലാവിധ സപ്പോർട്ടും തന്നിട്ടുള്ള അമ്മയ്ക്ക് ഈ വേദിയിൽ വെച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മന്ത്രിക്ക് ഒരുപാട് തിരക്കുണ്ടായിട്ടും മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷ്, ദേശീയ ഫെൻസിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് OK വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മിനി ജിജു, MK ജിജു, അഡ്വക്കേറ്റ് M കിഷോർ കുമാർ, അഴീക്കോടൻ ജ്യോതി, മോഹൻ പീറ്റർ, KV ഷാജു, വിവേക്, പ്രിജിത്ത്, നികേഷ് തളാപ്പ്, റിയേഷ് അലവിൽ, ദിലീപ്, രൂപേഷ്, ജയന്ത് ദിനേശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അതിഥികളെ സ്വീകരിച്ചത്. ലോകോത്തര ഫിറ്റ്നസിന്റെ പുതുലോകമാണ് കണ്ണൂരിൽ എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി തുറക്കുന്നതെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MK ജിജു പറഞ്ഞു. എക്സ്ക്ലൂസീവായ ഒട്ടനവധി പരിശീലനത്തിലൂടെ കണ്ണൂരിന്റെ ഫിറ്റ്നസ് പരിശീലന ലോകം ഈ അക്കാദമി മാറ്റിമറിക്കും. കണ്ടതൊന്നുമല്ല ഫിറ്റ്നസ് പരിശീലനം, കാണാൻ പോകുന്നതാണ് ആ പൂരമെന്നാണ് എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി പറയുന്നത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.